ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനീർപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചെമ്പനീർപ്പൂവിൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിലവിലിപ്പോൾ നമ്മുടെ ചെമ്പനീർപ്പൂവിൽ വർഷയും ശ്രീകാന്തും വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ശ്രീകാന്തിനെയും വർഷയെയും മുഴുവനായിട്ട് സച്ചിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ശ്രീകാന്തിനോട് ചെറിയ സ്നേഹമൊക്കെ ഉണ്ടല്ലോ. കാരണം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ശ്രീകാന്ത് കുറച്ച് ഇമോഷണലായിട്ട് സംസാരിക്കുന്ന സമയത്ത് പുറത്തേക്ക് ദേഷ്യം കാണിച്ചിരുന്നാലും സച്ചിക്ക് അതിൽ വല്ലാതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് കൃത്യമായി തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. അപ്പം ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ചിറകടിക്കും ആസെ, അതായത് ചെമ്പനീർപ്പൂവിൻ്റെ തമിഴ് റീമേക്കിൽ നിന്നുള്ളൊരു ഭാഗമാണ്. നമ്മുടെ സച്ചിനെ ഒരാൾ മറയിരുന്നിന് ചതിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ പോസ്റ്റിലും കൊടുത്തേക്കാം, അതുപോലെ തന്നെ എൻ്റെ സ്ക്രീനിലും കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം ആരാ ചതിക്കുന്നത് എന്നത്. ചതി എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, നമ്മുടെ സച്ചി കൂട്ടുകാരൻ്റെ ഒപ്പം ബാറിൽ കയറുന്ന സമയത്ത് മദ്യപിക്കുന്നില്ല കേട്ടോ. സച്ചി മദ്യപിക്കുന്ന രീതിയിൽ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്തതിന് ശേഷം അത് സോഷ്യൽ മീഡിയയിൽ ഇടുകയും ആ ഒരു വീഡിയോ വൈറലാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചതിയിൽ നല്ല രീതിയിൽ തന്നെ സച്ചി വീഴുന്നുണ്ട്. അതേ രീതിയിൽ നല്ല ഇതായിട്ടാണ് കേട്ടോ ആ ഒരു വീഡിയോ പുറത്തിറങ്ങുന്നത്. മാത്രമല്ല ഒരുപാട് പേര് ചന്ദ്രയോടും അതുപോലെ തന്നെ രവിനെയൊക്കെ വിളിച്ച് ചോദിക്കുകയാണ്, സച്ചി വണ്ടി ഓടിക്കുന്നത് വെള്ളം അടിച്ചിട്ടാണോ, ഇങ്ങനെയുള്ള ഒരാളുടെ കൂടെ എങ്ങനെയാണ് സ്വസ്ഥമായിട്ട് ആളുകൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുക എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഒരു ഫീൽഡിലിരിക്കുന്ന സമയത്താണ് സച്ചി വീട്ടിലേക്ക് കയറിയിരുന്നത്. എന്ത് കാര്യത്തിനും സപ്പോർട്ട് ചെയ്ത് നിന്ന രവി അന്നത്തെ ദിവസം സച്ചിനെ വഴക്ക് പറയുകയാണ്. അതൊക്കെ സച്ചിനെ വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്. മാത്രമല്ല രേവതിയും സച്ചിനെ ഒറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ആകെ തകർന്നു പോകാനായിട്ട് സച്ചി. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ വർഷയുടെ അച്ഛൻ നല്ലൊരു പണി തന്നെ സച്ചിക്കിട്ട് ഒരുക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ സച്ചി വെള്ളം ഒടിച്ച് വണ്ടി ഓടിക്കുന്നതിന് വീഡിയോ വൈറലാകുന്നത് ഈ പുള്ളിയുടെ കയ്യിൽ, മധുസൂദൻ്റെ കയ്യിൽ എത്തുന്നുണ്ട്. അയാൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സിറ്റി കമ്മീഷണർ വിളിച്ചതിന് ശേഷം പറയുന്നുണ്ട്, ഇതുപോലെ ഒരു വീഡിയോ വൈറലായിട്ട് നിങ്ങളൊന്നും അറിഞ്ഞില്ലേ, അവനിപ്പോഴും വണ്ടി ഓടിച്ച് നടക്കുകയാണ്, അവൻ ഇനിയും വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോലീസുകാർക്കായിരിക്കും നാണക്കേട്, എത്രയും വേഗം അവൻ്റെ ലൈസൻസ് ഒക്കെ കട്ടായി കളയണം എന്നൊക്കെ സൂചന സിറ്റി കമ്മീഷണറോട് പറയുകയാണ്. ഉയർന്ന ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ അയാളുടെ വാക്ക് സിറ്റി കമ്മീഷണർ കേൾക്കുകയാണ്. സച്ചി കാർ ഓടിച്ചിട്ട് വരുന്ന സമയത്ത് സച്ചിയുടെ കാർ പിടിച്ചു വയ്ക്കുകയും ലൈസൻസ് കട്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തും ഇങ്ങനെ ഒരു വീഡിയോ വൈറലായ കാര്യം സച്ചിക്ക് അറിയില്ല കേട്ടോ. സച്ചി പോലീസുകാരനോട് എന്താണ് സംഭവം എന്നൊക്കെ ചോദിക്കുന്നു. മാത്രമല്ല, എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട് എനിക്ക് മേടിച്ചിരുന്ന വണ്ടിയാണിത്, ദയവ് ചെയ്ത് ഈ വണ്ടി കൊണ്ടുപോകരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോലീസുകാരെ കാല് പിടിക്കുന്ന രീതിക്ക് സച്ചി പെരുമാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു എപ്പിസോഡ് നമുക്ക് വരാനിരിക്കുന്നതാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞത് ചിറകടിക്കും ആസയിലെ ഭാഗങ്ങളാണ് കേട്ടോ. എന്തായാലും ഇത് ചെമ്പനീർപ്പൂവിലേക്ക് വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.